അപ്പം നമ്മൾ വെള്ളച്ചാട്ടം എടുക്കാൻ പോകണം. ഇവിടെയൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഞാൻ മുണ്ടാണ് കൊടുത്തിട്ട് വന്നത്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നിറയെ തിരക്കുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമുണ്ടോ നമുക്കൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് കയറിച്ചല്ലോ. എവിടെ ഇതാ നമ്മുടെ കുട്ടൻ നോക്ക്, അതാ നിൽക്കണോണ്ടാ അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക പുള്ളിക്കാരെ. അപ്പം നമുക്ക് പോവാം. ഇവിടെയൊക്കെ ഭയങ്കര കുണ്ടും മടയൊക്കെയാണ്. എൻ്റെ അമ്മോ, ഇതെന്താ കല്ലൊക്കെ കാണുന്നു ചേക്കോ. എൻ്റെ മോ, ഇത് സീതാർകുണ്ടാണ്. അപ്പൊ നമുക്ക് സീതാർകുണ്ട്, ഇതാണ് സീതാർകുണ്ട് പറയുന്നത്. ഇവിടെ നോക്കി നടന്നില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് നോക്കി നടക്കാം. ഇതാണ്ട സ്ഥലം കണ്ട, ഇതാണ് വെള്ളച്ചാട്ടം. നമ്മുടെ ചെക്കൻ അതായിരിക്കണം. നമ്മുടെ രതീഷ് പയ്യൻ ഇരിക്കുന്നതാണ്. അതൊക്കെയാണ് വെള്ളച്ചാട്ടത്തിന്റെ. നമുക്ക് നോക്കാം. ഇവിടെ കയറാൻ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലമാണ് ഗൈസ്. സ്ഥലമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. എന്താ അയ്യോ ആയില്ല, സ്ഥലം സൂപ്പർ ഏരിയയാണ്. ഇതാകണ്ട, ഇതാണ് നല്ല അടിപൊളി പ്ലേസുള്ള ഏരിയ കേട്ടോ. എന്താ ഇതാണ് സീതാർകുണ്ട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. നമുക്ക് അതെല്ലാം വേണ്ട, നല്ല വലിയ മലയാണ്. അവിടെയാണ് സംഭവം പോണത്. അതാണ് അവിടെ പോയി കാണണം. ആണ് ഇത് വെള്ളച്ചാട്ടം. നമുക്ക് അവിടെ പോയാലോ ദിവസേ? അവിടെയാണ് പോകേണ്ടതാ. അതാണ് യഥാർത്ഥ ആമായിട്ട് കാണേണ്ടത്. ഹലോ ഗൈസ്, ഇതുണ്ടോ ഇവരോണ്ട് വെള്ളച്ചാട്ടം കേട്ടാ. ഇതൊക്കെ തന്നെ കാണാനുള്ളത്. നല്ല തണുപ്പ്. നല്ല തണുപ്പാണ്. വളരെ ബുദ്ധിമുട്ട്. നല്ലൊരു വലിയൊരു ഇതേറ്റി പോണ ഒരുപാട് കാട്ടിൻ്റെ വിളിക്കൊന്നും പോണ്ട. നടക്കാനുണ്ട്. കാട് പറഞ്ഞ വലിയൊരു കാടാണ്. അവിടേക്കാണ് നമ്മൾ നടന്നത്. നല്ലൊരു വാട്ടർഫോൾസാണ്. അപ്പോൾ കുറേ നടക്കാനുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ അന്ന് വഴി ഒന്നും കൂടി കാട്ടാം. ഭയങ്കര
അപ്പോൾ നമ്മുടെ പയ്യൻ അതാ അവിടെ ഇരിക്കുന്നുണ്ട്, രതീഷ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നോക്കാം. ആളവിടെ ഇരിക്കുന്നു. എന്താ ഗൈസ്, ഞാനവിടെ പോയിട്ട് നോക്കി അത് ശരിക്കുണ്ടാക്കാം അവിടെ കറക്റ്റായി വെച്ചിട്ടില്ലാട്ടാ. അവിടെ പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മളിതാണ് വാട്ടർഫോൾസ്. എന്താണ് സീതാരാമൻഡ് വാട്ടർഫോൾസ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നമ്മളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്, വന്ന് കണ്ട് വരുന്ന വഴികളും എല്ലാം കുഴപ്പമില്ല. പക്ഷേ എന്താ പറയാല്ലേ, വളരെ കഷ്ടമല്ല അങ്ങനെ കയറാനും ഇറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വാട്ടർഫോൾസാണ്. അപ്പോൾ എന്ത് കെട്ടിയിട്ടാണ് ഇതിലെ പോണ ഇതിലെ പോണ പെണ്ണുങ്ങളെ വിളിക്കണ്ട. അയ്യോ അന്ന പിന്നെ പോണ്ട, ഏരിയയിലേക്ക് പോണ്ട. സ്ത്രീകളെ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ച് പോണ്ട. നമ്മളെ ഇത്ര വലിയ പാർക്ക് ഇരിക്കുന്നേണ്ടാ, ഭയങ്കര രസമുണ്ട്. ഇനിയുണ്ട് അങ്ങോട്ട് ഏരിയുണ്ട് കണ്ട, ഭയങ്കര ഏരിയുണ്ട്, ഭയങ്കര സ്ഥലമുണ്ട് നമുക്ക് കാണാം. അയ്യോ അങ്ങോട്ട് ഒന്ന് പോകാൻ തന്നെ പേടിയാവുന്നു അല്ലേ? അതുകൊണ്ടാ ഇതെന്താണ് കാണുന്നത്. ബ്രോ കണ്ട, ഭയങ്കര രസമുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ നല്ല ഏരിയ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല അല്ലേ? അല്ലേ നോക്ക് കണ്ട, എത്ര വലിയ ഏരിയ നോക്ക്, സ്ഥലമുണ്ട്. നമുക്കപ്പോ നേരെ അപ്പുറത്ത് പോയിട്ട് ഈ വാട്ടർഫോൾസ് എടുക്കാം അല്ലേ? എന്നാ രതീഷ്, അതാണ് നമ്മുടെ സൗണ്ടൊക്കെ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ ആക്കിയാ അടിപൊളി ബാഗ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി എടുക്കാൻ പറ്റില്ല. നേരെ നിൽക്കട്ടാ, ക്യാമറ അടുത്ത് പറഞ്ഞു കണ്ടല്ലോ അല്ലേ? അടിപൊളി വെള്ളം, നല്ല തണുപ്പ്, നല്ല തണുപ്പിന്റെ കേട്ടോ വെള്ളം. കണ്ട ക്ലിയറല്ലേ? ഓക്കെ പോസാക്ക്. അടിപൊളി സ്ഥലമാണ്. നമുക്ക് വാട്ടർഫോൾസ് ഞാൻ എത്ര വിചാരിച്ചില്ല, അടിപൊളിയാണ്. സീതാരാമൻഡ് വാട്ടർഫോൾസ്.
പറ്റിപ്പോകല്ലേ. ഇവിടെ എല്ലാവരുടെയും നമ്മൾ വ്യക്തമായിട്ട് എടുത്തു ചാനൽ അടിപൊളിയാക്കി. ഇനി നമ്മൾ ഇവിടുന്ന് പോകണം. അടിപൊളി യാത്രയാണ്. അപ്പോൾ ഓക്കെ, ശരി. നമുക്ക് അടുത്ത നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. അപ്പോൾ ഓക്കെ, ശരി, സി യു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കാന്നൊക്കെ ഉണ്ട്, വളരെ സൂക്ഷിക്കണം. ഓക്കെ, നല്ല കൂളിംഗ് ആയ സ്ഥലം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, അടുത്ത് ഞാൻ നെറ്റ് വരുമ്പോൾ ഓക്കെ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാം അല്ലേ. ഓണാണ്, ക്യാമറ ഓണാണ്. അത് റെക്കോർഡിങ് ക്ലിയറാണ്, ക്യാമറ ഓണാണ്. നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ഇത്രയും ഞാൻ നടന്നു വന്നതല്ലേ, കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. അവിടെ വിശ്രമിക്കാൻ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതന്നെയാണ്. ഓക്കെ, ശരി, പോവാം. നിറയെ ചേട്ടന്മാരൊക്കെ കയറുന്നുണ്ട് അല്ലേ. ഇനിയും തിരക്കുണ്ട്. ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കൊക്കെ കണ്ട് മടങ്ങി. ഇനിയും മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി. നമ്മുടെ രതീഷ് എപ്പോഴും മുന്നോട്ട് നടക്കും കേട്ടോ, അത് മൂപ്പറിൻ്റെ ഒരു ശൈലിയാണ്. ശരി ശരി പറഞ്ഞിട്ട് ആള് സ്റ്റുഡിയോ ഒക്കെ മതിയാക്കിയിട്ട് വേഗം നടന്ന് പോവുകയാണ്. ഓക്കെ.